ഒരു അരക്കപ്പ് വൻപയറും പിന്നെ കുറച്ച് നെത്തോലിയും കൂടെ ഉണ്ടെങ്കിലേ, അതായത് നെത്തോലി ഉണക്കിയതാട്ടോ. അപ്പോൾ ഉണക്ക നെത്തോലിയും കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. എന്തായാലും ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. എന്നാലേ പെട്ടെന്ന് കണ്ടു നോക്കാം. അതിനെ ആദ്യം നമുക്ക് ഈ വൻപയറൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനൊരു കുക്കർ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഈ വൻപയർ ഞാനൊരു അരമണിക്കൂർ നല്ല ചൂടുവെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചതാട്ടോ. അപ്പോൾ അധികം സമയമൊന്നുമില്ല ഇത് കുതിർക്കാനെങ്കിൽ ഇതുപോലെ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ ചൂടുവെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ട് എടുത്തു കഴിയുമ്പോഴത്തേനും ഇത് നന്നായിട്ട് അങ്ങ് കുതിർന്ന് വരും കേട്ടോ. അപ്പം ഇനി ഇത് നമുക്ക് ഇങ്ങനെ കുതിർത്തിട്ട് ഒന്ന് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഞാനൊന്ന് ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ കുക്കർ ഒന്ന് മൂടി വെച്ച് ഒരു 3-4 വിസിൽ ഒന്ന് കേൾപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. നമ്മളിത് കുതിർത്തത് കൊണ്ട് തന്നെ ഒരു 3 വിസിലൊക്കെ മതിയാവും ഇതൊന്ന് വെന്ത് വരാൻ. അപ്പോൾ നമുക്കിതിൻ്റെ വെയിറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് അവിടെ ഇരുന്നൊന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളൊന്ന് റെഡിയാക്കണം. അതിന് ഒരു തക്കാളി, അത് അത്യാവശ്യം വലുതായതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അതിങ്ങനെ 4ആയിട്ട് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടേ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇതൊന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതാണ്ട് ഇതുപോലൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി കുറച്ച് പുളിയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം, പുളിവെള്ളം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഒന്ന് എടുത്ത് വെച്ചിട്ട് ഇതാണ്ട് ഈ സൈസ് അത്യാവശ്യം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർക്കുന്നുണ്ടേ. ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ ചേർക്കുന്നുള്ളൂ. ചേർത്തിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്കിത് പുളി പിഴിഞ്ഞെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് നമ്മുടെ വൻപയറൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഒരു 3 വിസിലൊക്കെ കേട്ടിട്ടുണ്ട്. വൻപയറൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വേവിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഇത് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കഴിക്കാനും നല്ലതാണേ. ഇപ്പം തൊട്ട് നോക്കുമ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ പതുങ്ങി വരുന്നുണ്ടേ. എനിക്ക് ഈ വൻപയറെ ഇതുപോലെ കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇത്രയും ഒന്ന് വേവിച്ചെടുത്തത്. അപ്പോഴേ ഇത്രയും വേവിക്കണം എന്നില്ല. എന്നിട്ട് നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അതിന് ഞാനൊരു ചട്ടിയാട്ടോ എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴായിരിക്കും ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അതിനെ അത്യാവശ്യം ഈ നാടൻ കറികളൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണല്ലോ ഒരു ടേസ്റ്റ്. അതിലേക്ക് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാൻ ഒരു സവാള ഒന്ന് ഇതുപോലൊന്ന് അരിഞ്ഞെടുത്ത് ചേർത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനിത് ചോപ്പറിൽ അരിയാൻ വേണ്ടിയിട്ട് ഇരുന്നതാട്ടോ. അപ്പോഴേക്കും എൻ്റെ ചോപ്പർ എനിക്ക് പണി തന്നു, അതങ്ങ് കേടായിപ്പോയി. അപ്പോൾ ഞാൻ കൈവച്ചൊന്ന് അരിഞ്ഞെടുത്തതാണ്. അരിഞ്ഞെടുത്ത് അങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. ഇതിനി അത്യാവശ്യം കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതാണ്ട് ഇപ്പം ഈ പരുവം വരെയൊക്കെ ഒന്ന് വഴണ്ട് വന്നാൽ മതി. ഒരുപാട് അങ്ങ് ബ്രൗൺ നിറത്തിലൊന്നും എത്തണ്ട. ഈ പരുവമൊക്കെ ജസ്റ്റ് ഒന്ന് വഴണ്ട് ഒന്ന് മൊരിഞ്ഞു വരുന്ന ആ പരുവം മതിയാവും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാട്ടോ ചേർക്കുന്നത്. അപ്പം നല്ല ഫ്രഷ് ആയിട്ട് ചതച്ചെടുക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയാവും. അപ്പോഴേക്കൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പം ഇതും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവം വരെ മതിയാവും. ഇനി നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച നമ്മുടെ തക്കാളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. ചേർത്തിട്ട് ഈ തക്കാളിയുടെ പച്ചമണവും നന്നായിട്ടൊന്ന് മാറിയിരിക്കണം. ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി വരും കേട്ടോ. ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. അതുവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ടെ തക്കാളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ പരുവം വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിന് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. ഇനി അതുപോലെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നല്ല ഫ്ലെയിം കുറച്ച് വെക്കണേ. ഒരു ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് വേണം ഒന്ന് വഴറ്റിയെടുക്കാനേ. ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയാൽ മതിയാവും. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അതാണ്ട് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ പരുവം വരെയൊക്കെ ഒന്ന് മതിയാവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പുളി ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി ആ പുളി പിഴിഞ്ഞ വെള്ളവും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട്
നമുക്കിത് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കറിയാട്ടോ ഇത്. നിങ്ങളൊരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യേണ്ട കറിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ നാടൻ കറിയൊക്കെ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക രുചിയല്ലേ. ഇത് നല്ല അടിപൊളിയാണ് ഈ കറി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരാൻ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ തക്കാളി അരച്ച മിക്സിയുടെ ജാറിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതാണ് ചേർക്കുന്നത്. ഒരു 1.25 കപ്പ് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പം ആദ്യം ഒരു കപ്പ് ചേർത്തിട്ട് പിന്നെ ഒരു 1/4 കപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാവേ. ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഒരുപാട് അങ്ങ് തിളക്കിയൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു വഴുതനങ്ങ കേട്ടോ, വഴുതനങ്ങയെന്നും കത്രിക്കയെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു മുരിങ്ങയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട്, അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചേക്കുന്നത് നമ്മുടെ ഉണക്കമീൻ, അതായത് ഞാനിവിടെ എടുത്തേക്കുന്നത് നെത്തോലിയാണ്. അതിൻ്റെ തലയും വാലൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി ഇട്ടേക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഉണക്കമീൻ ഉണ്ടെങ്കിൽ അതും എടുക്കാം. പക്ഷേ ഈ കറിക്ക് ഈ നെത്തോലി എടുക്കുന്ന കേട്ടോ നല്ലൊരു ടേസ്റ്റ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പൊക്കെ ചേർക്കുമ്പോഴൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാര്യം ഈ ഉണക്കമീനകത്ത് കുറച്ച് ഉപ്പുണ്ടാവും. പിന്നെ നമ്മൾ വൻപയർ വേവിച്ചപ്പം കുറച്ച് ഉപ്പ് ചേർത്തതാണ്. അപ്പം അത്യാവശ്യം ഇതിന് വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർക്കാം. ചേർത്തിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഉണക്കമീനും പച്ചക്കറികളും ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ, അതുവരെയും ഒന്നിരുന്ന് വേവട്ടെ. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കിയതാണ്. കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ട്. അപ്പം ഞാൻ ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നും കൂടെ ഒന്ന് തുറന്ന് നോക്കുന്നതാണ്. ഇപ്പം അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ കറിയൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ വൻപയർ കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണേ. ആ വൻപയർ ആ വെള്ളത്തോട് കൂടി തന്നെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. വെന്ത വെള്ളത്തോട് കൂടി തന്നെ അത് ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാവേ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് മുന്നേ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. കറിവേപ്പിലയൊക്കെ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ അല്ലേ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ച് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വറ്റിച്ചെടുക്കാം. ഞാനൊരു 2 മിനിറ്റ് വീണ്ടും അടച്ച് വെച്ച് വേവിച്ചതാണ്. ഇപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നല്ല കറിയൊക്കെ നല്ല കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ ഉണ്ടല്ലോ ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു കറിയാണിത് കേട്ടോ. പ്രത്യേകിച്ച് ഈ നാടൻ കറികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് മാങ്ങയും കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഞാൻ ചേർത്തിട്ടില്ല, പക്ഷെ നല്ലൊരു ടേസ്റ്റാണേ. അപ്പോഴും നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു കറിയായിരിക്കും ഇത്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്ക്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം ഉണ്ടെങ്കിലും നമുക്ക് കഴിക്കാടോ, അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. പിന്നെ നിങ്ങൾക്കിത് കണ്ട് ഇഷ്ടമായാൽ ഒരു ലൈക്കും കൂടെ തന്നേക്കണേ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.